നല്ല ക്ലാസ്സസ് ആണ്. നോമൻക്ലേച്ചറിൻ്റെ ഒക്കെ സാറിൻ്റെ. പിന്നെ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തോ മാം അത്യാവശ്യം ഒരു ചെറിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈലമാണോ ബ്രില്യൻ്റ് ആണോ നല്ലതെന്ന്. ഇപ്പം സൈലത്തിൽ പഠിച്ചൊരു അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് എടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ BA മലയാളം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2025 നീറ്റ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് തിയറിയിൽ നല്ലൊരു ബേസ് കിട്ടാൻ പറ്റുന്ന ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും അത്യാവശ്യം ഫിസിക്സ് വാല നല്ലതാണ് കേട്ടോ. ഫിസിക്സ് വാല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിലൊന്നും സാറല്ല കെമിസ്ട്രി ക്ലാസ്സസ് എടുക്കുന്നത്, അതിന് വേറെ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കെമിസ്ട്രിയും ഫിസിക്സും സാർ പഠിപ്പിക്കുന്നുണ്ട്, അത് അത്യാവശ്യം നല്ലൊരു ബേസ് കിട്ടും. പിന്നെ സാറിൻ്റെ കെമിസ്ട്രി പഴയ വീഡിയോസ് കാണുന്നതും ഫിസിക്സ് പുതിയ വീഡിയോസ് കാണുന്നതും ആയിരിക്കും നല്ലത്. കാരണം പഴയ വീഡിയോസ് കൂടുതൽ നീറ്റിനേക്കാളുപരി ജെയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. സാറിൻ്റെ ചാനലിൻ്റെ ഒരു ഇത് ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പം ഫിസിക്സിനും കെമിസ്ട്രിക്കും നല്ലതാണ്. ഓർഗാനിക്കിനൊക്കെ നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് സാറിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. നോമൻക്ലേച്ചറൊക്കെ സാറിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സെറ്റാണ് ഗൈസ് ശരിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, അത്രയ്ക്ക് നല്ല ക്ലാസ്സസ് ആണ് നോമൻക്ലേച്ചറിൻ്റെ ഒക്കെ സാറിൻ്റെ. പിന്നെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ സാറിൻ്റെ ക്ലാസ്സസ് അടിപൊളിയാണ് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിക്സ് എല്ലാം സീനാണ്, സാറ് അടിപൊളിയാണ്. പിന്നെ പറയാനാണെങ്കിൽ കെമിസ്ട്രിക്ക് ഫിസിക്സ് വാല ക്ലാസ്സസും അടിപൊളിയാണ്. പിന്നെ യൂട്യൂബിൽ കോമളി മാം ഉണ്ട്, മാമിൻ്റെ ഒരു ചാനലുണ്ട്, അതും ശരിക്കും നല്ല ക്ലാസ്സസ് ആണ്. ക്ലാസ്സസിനെക്കാട്ടിലുപരി മാം ഒത്തിരി ട്രിക്സ് പറഞ്ഞുതരും, അത് വെച്ച് നമുക്ക് ഏകദേശം അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തോ മാം അത്യാവശ്യം ഒരു ചെറിയ റേറ്റിൽ മാം കുറച്ച് ക്യാഷ് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലല്ല അല്ലാതെ. അപ്പം അതിനെപ്പറ്റി ഞാൻ മാമിൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം. മാമിൻ്റെ ടെലിഗ്രാം ചാനൽ ഉണ്ട്, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അപ്പോൾ അത് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, മാമിൻ്റെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാണുമായിരുന്നു. മാം ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എല്ലാ ചാപ്റ്ററിലും അത്യാവശ്യം ട്രിക്സ് പറഞ്ഞു തന്നെ പഠിപ്പിക്കുന്നത്, നല്ലതായിരിക്കും. പിന്നെ ബയോ മെയിനായിട്ട് നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കാനേ ഞാൻ പറയത്തുള്ളൂ, പിന്നെയും ടെക്സ്റ്റ് വായിക്കുക. ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈലമാണോ ബ്രില്യൻ്റ് ആണോ നല്ലതെന്ന്. ഇപ്പം സൈലത്തിൽ പഠിച്ചൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാനും എൻ്റെ അനിയത്തിയും പഠിച്ചത് ബ്രില്യൻ്റ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഫാക്കൽറ്റീസും ഒന്നും ബേസ് മുതൽ പഠിപ്പിക്കത്തില്ലടാ. മെയിനായിട്ടും അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ടീച്ചേഴ്സ് തന്നെ, ഭൂരിഭാഗം ടീച്ചേഴ്സും പറയുന്നത് തന്നെ, നിങ്ങളുടെ കയ്യിൽ 70% ഉണ്ടെങ്കിൽ ബാക്കി 30% ഞങ്ങൾ ഓക്കെ ആക്കി തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 90% ഉണ്ടെങ്കിൽ ബാക്കി 10% ഞങ്ങൾ ഓക്കെ ആക്കി തരാം, അങ്ങനെ പറയുന്ന ഫാക്കൽറ്റീസാണ് കുറച്ച് പേര്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്കൊരിതുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. എന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കാതൊന്നും ഇരിക്കത്തില്ല, അവർ അത്യാവശ്യം പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, എന്നാലും കുറച്ചിതുണ്ട്. പിന്നെ ബ്രില്യൻ്റ് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടെസ്റ്റ് സീരീസൊക്കെ അടിപൊളിയാണ്. അവിടെ ഇന്ന ദിവസം ഇപ്പം മൺഡേ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും മൺഡേ എക്സാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻറ്റും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കുന്നത് തന്നെ നല്ലത്. പിന്നെ സൈലത്തിൻ്റെ ഞാൻ കുറച്ച് എൻ്റെ ചാനലിൻ്റെ താഴെ തന്നെ ഒത്തിരി കമൻറ്റ്സ് കണ്ടു, പറ്റുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും കുറച്ച് കമൻറ്റ്സ് ഇവിടെ പിൻ ചെയ്യാം. എൻ്റെ ആ ഒരു കമൻറ്റ്സ് വന്ന ചാനലിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. എന്നുവെച്ചാൽ സൈൽ അത്ര പോരാ, ക്ലാസ്സസ് ഒക്കെ സെറ്റാണ്, പക്ഷെ അവിടെ എക്സാംസ് ഒന്നും നടത്തത്തില്ല. ഇപ്പം എക്സാംസ് വീക്കിലി എക്സാംസ് നടത്തിയാൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഒന്നും ഉടനെ പബ്ലിഷ് ചെയ്യത്തില്ല, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കണ്ടു. അപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ബ്രില്യൻ്റ് തന്നെയാണ്. ബ്രില്യൻറ്റിൽ പിന്നെ നമുക്ക് വേറൊരു ഇതെന്ന് പറയുന്നത്, നമുക്ക് സൈലത്തിലാണെങ്കിൽ അത്യാവശ്യം ഇത്തിരി താഴോട്ടൊക്കെ നമുക്ക് 11ലും 12ലും മാർക്ക് സ്കോർ ചെയ്താൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ ബ്രില്യൻറ്റിൽ 90% ഇല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ തന്നെ ഹോസ്റ്റൽ കിട്ടുകയാണെങ്കിൽ 98% അബോവ് വേണം. ഇപ്പോൾ എല്ലാവരും പറയും പഠിക്കുന്ന പിള്ളേർ വരുന്നത് കൊണ്ടാണ് അവിടെ റിസൾട്ട് എന്ന്, പക്ഷേ അവരത്യാവശ്യം അതിന് മാത്രം എഫേർട്ടൊക്കെ ഇടുന്നുണ്ടടാ. അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസയ്ക്കുള്ള എഫേർട്ടൊക്കെ അവർ ഇടുന്നുണ്ട്. നമ്മളും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ബ്രില്യൻറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി അവരുടെ എക്സാംസിന് ഒത്തിരി ഔട്ടൊക്കെ ചോദിക്കും. അപ്പോൾ അത് കണ്ടൊന്നും നമ്മൾ അങ്ങനെ വെറീഡ് ആവണ്ട. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇത്തിരി കുറയുമായിരിക്കും, കാരണം കഴിഞ്ഞ എക്സാമിന് ഫുൾ NCERT ആയിരുന്നു. ഫിസിക്സ് മാത്രം ഒരു ഇത്തിരി ലെവൽ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്കെന്ന് പറയുന്നത് MDG ആണ്. അതും ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെന്താടാ, പിന്നെ പാർഷ്യൽ ഡ്രോപ്പേഴ്സിന് ഏതെങ്കിലും ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, പാർഷ്യൽ ഡ്രോപ്പേഴ്സിന് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് ഈ നീറ്റിനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ. പക്ഷേ ഇപ്പം ഡീറ്റെയിലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ BDSO അങ്ങനെയുള്ള താഴെയുള്ള ഏതെങ്കിലും നല്ല കോഴ്സസ് വെറ്റിനറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫൈൻ എമൗണ്ട് വളരെ കൂടുതലാണ്. ഇപ്പോൾ BDSനാണെങ്കിൽ 3 to 5 lakhs ആണ് നമ്മൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനൊരു സീനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഏതെങ്കിലും കോഴ്സസ് ആണെങ്കിൽ ഇത്രയും കൂടെ സിമ്പിളായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സെമ്മൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു നീറ്റിൻ്റെ ചിലപ്പോൾ നീറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കൂടുതൽ പഠിക്കാൻ സമയം കിട്ടും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് എടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ BA മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ആയിരിക്കും ഇത്രയും കൂടെ നമുക്ക് സമയം കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കിപ്പോൾ അത്രയും ഒരു ഫൈൻ എമൗണ്ട് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ല അതൊരു സേഫ് സോണും കൂടെയാണ്. അഥവാ ഇനിയിപ്പം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു കോഴ്സിനാണല്ലോ ജോയിൻ ചെയ്യുന്നത്. അതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലേ. BSc കോഴ്സ് മോശമാണെന്നല്ല. നമ്മളിപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതിനേക്കാളും ഇത്രയും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇവിടത്തേക്കാണല്ലോടാ. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഞാനൊരു BSc കെമിസ്ട്രി ഡ്രോപ്പ് ചെയ്തിട്ട് MBBSൽ ജോയിൻ ചെയ്ത ആളാണ് കേട്ടോ. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഇപ്പം നമ്മൾ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നല്ല രീതിയിൽ പതറാനായിട്ടൊരു ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പഠിക്കുന്ന പിള്ളേരുണ്ടാ. ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു രാജ്യത്തെ ഒരു മുറുമുക്കൻ രാജാവായിരിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് കോമ്പീറ്റ് ചെയ്യുന്നത് ഓരോ രാജ്യത്തെ മുറുമുക്കൻ രാജാക്കന്മാരും പിന്നെ രാജാക്കന്മാരുമായിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടോപ്പറായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ടോപ്പറായിരിക്കും. പക്ഷേ നിങ്ങൾ ബ്രില്യൻറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലെയും ടോപ്പേഴ്സുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ടാവും. അപ്പം മൈൻഡിനെ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, എന്തും ഫേസ് ചെയ്യാനുള്ളൊരു രീതിയിൽ പോവുക. പിന്നെ കുറേ പേര് ഇപ്പം നല്ല ഒരു ചിൽ മൂഡിലായിരിക്കും. നിങ്ങൾക്ക് ജൂലൈയിലല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നല്ല അടിച്ച് പൊളിച്ച് എന്തായാലും ഒരു വർഷം കഷ്ടപ്പെടാൻ പോവുക. അപ്പോൾ ഇപ്പം പരമാവധി എൻജോയ് ചെയ്തിട്ട് പോകാം, അങ്ങനൊരു മൈൻഡ് സെറ്റിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു മൈൻഡ് സെറ്റിൽ പോകുന്നവർ നല്ല രീതിയിൽ വെള്ളം കുടിക്കോളാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 12th കഴിഞ്ഞിപ്പം 3 മാസത്തോളം ഒരു ഗ്യാപ്പ് വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ടച്ച് വിട്ടു പോകും. പിന്നെ അവിടെ ചെന്ന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചവരാണെങ്കിൽ പോലും ഇത് കാണുമ്പം ഒരു വെപ്രാളം കയറിപ്പോവും. അപ്പോൾ നിങ്ങൾ ചുമ്മാതെങ്കിലും ടെക്സ്റ്റൊക്കെ ഒന്ന് മറിച്ച് നോക്കുക, കുറച്ച് ബയോളജിയെങ്കിലൊക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അവിടെ ചെന്നിട്ടും അവിടുത്തെ മെറ്റീരിയൽസിലൊക്കെ ഒത്തിരി, അതായത് സ്റ്റഡി മെറ്റീരിയൽസിന് പുറമെ അവിടെ ഔട്ട് മാത്രമായിട്ട് ചോദിക്കുന്ന ഒരു ടെക്സ്റ്റൊക്കെ തരും. ചാടിക്കേറിയ ആവേശം കൊണ്ട് അതൊക്കെ പഠിച്ച് വട്ടാവാതെ NCERT തന്നെ റിപ്പീറ്റഡായിട്ട് വായിക്കാൻ നോക്കുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ ഇപ്പം ബ്രില്യൻറ്റിൽ എന്ന് പറയുന്നത് ഒത്തിരി ബാച്ചസ് ഉണ്ട്. ഇപ്പം A മുതൽ ഒരു P വരെയൊക്കെ കാണും. ഞാൻ പഠിച്ച സമയത്ത് തന്നെ അത്യാവശ്യം LO MO ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം എന്തായാലും ഇപ്പം കുറച്ച് തോനെയും കൂടെ ബാച്ചസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഡയമണ്ട് ബ്ലോക്കൊക്കെ വന്ന സ്ഥിതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാച്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി എക്സാമിന് വരുന്ന ടോപ്പിക്സ് ആയിരിക്കത്തില്ല വേറെ ബാച്ചിന്. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ച ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നടക്കത്തില്ല. പക്ഷേ പിന്നെ മുതൽ ഇപ്പോൾ നിങ്ങളുടെ എക്സാമിന് വരുന്ന ടോപ്പിക്സ് ചിലപ്പോൾ ഓൾറെഡി മറ്റേ ബാച്ചിന് എക്സാം കഴിഞ്ഞ ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ച് ഒന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്കും ചോദിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചോ ബയോളജിയിൽ. പക്ഷേ അത് ഭൂരിഭാഗവും ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു ഏരിയയിൽ തന്നെ ഉള്ളതായിരിക്കും. പക്ഷേ ബ്രില്യൻറ്റിൽ ഇപ്പം ഒരു ചാപ്റ്ററല്ലേ കാണത്തുള്ളൂ. ഒരു ചാപ്റ്റർ ഫിസിക്സിൽ നിന്നൊരു ചാപ്റ്റർ, കെമിസ്ട്രിയിൽ നിന്നൊരു ചാപ്റ്റർ, ബയോ എന്നൊരു ചാപ്റ്റർ ആയിരിക്കും നിങ്ങളുടെ വീക്ക്ലി എക്സാമിന് വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് മൊത്തത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നീറ്റിന് 360 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൻ്റെ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നൊക്കെ ആയിരിക്കും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വരുന്നത്. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് 360 ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ അവിടെ മുക്കുന്ന മൂലയിൽ നിന്നൊക്കെ അവർ ചോദിക്കണം. മനസ്സിലായോ? അപ്പം നിങ്ങൾ അവിടെ തന്നെ, അതായത് ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മുക്കുന്ന മൂലയിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ഒന്ന് പ്രിപ്പയർഡ് ആവും. അപ്പം കുറേ വട്ടം ടെക്സ്റ്റ് വായിക്കുന്ന പോലെ തന്നെ ഒരു ഇതും അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്രില്യൻറ്റിന് തന്നെ വേറെ ബാച്ചസിൽ നിന്ന് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മൈൻഡിനെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് പോവുക. അത്യാവശ്യം ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ട് പഠിക്കുക. ഒരു A+ ഒന്നും പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം ഒരു A മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ A+ ഒന്നും കിട്ടിയില്ലെന്ന് വരാം, പക്ഷേ എന്നാലും നിങ്ങൾ ഡൗൺ ആവരുത്. നമ്മളൊരു A എങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. Bയും B+ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് അങ്ങ് പോകും. അപ്പോൾ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു മാസം ഉഴപ്പിയുള്ള ചേച്ചി, എന്നാലും എനിക്ക് ഇത്രയും സ്കോർ കുറഞ്ഞു പോയി, ഞാൻ ഒരു വർഷം ഫുൾ ഉഴപ്പി, എനിക്ക് ഒന്നും കിട്ടിയില്ല, ഞാൻ അവസാനം കുറച്ച് തോനെ എഫേർട്ട് ഇട്ട് പഠിച്ചു എന്നിട്ടും കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ 100% എഫേർട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയടാ.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. ഇപ്പം നിങ്ങൾ എന്താണ് ഉഴപ്പുന്ന സമയത്ത് ബാക്കിയുള്ളവർ പഠിക്കുമായിരിക്കും, അപ്പോൾ അത്രയും പേര് മുന്നോട്ട് കയറുമായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമുക്കൊരു പ്രാർത്ഥിക്കാം, ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു കോൺഫിഡൻസ് എങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ 100% എങ്കിലും കൊടുക്കണ്ടേടാ. അപ്പോൾ അത് 100% കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു 80% എങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അതാ പറഞ്ഞത്, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫുള്ള് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ നോക്കുക, ഉഴപ്പാതിരിക്കാൻ നോക്കുക. ഉഴപ്പിക്കഴിഞ്ഞാൽ പിന്നെ പോയടാ, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടിയേ വരത്തുള്ളൂ. നമ്മൾ പിന്നെ ഫുള്ള് റിഗ്രറ്റ് അടിച്ച് ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കമൻസ്. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100% കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ 100% കൊടുത്ത് പഠിക്കുക. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിയടാ, ടാറ്റ.